പീപ്പിൾസിലെ കണക്കും വരുന്നുണ്ട്. പീപ്പിൾസിലെ കണക്ക് പ്രകാരവും അതുതന്നെയാണ്. ആം ആദ്മി പാർട്ടി 10 മുതൽ 19 സീറ്റുകളിലേക്ക്, അതായത് ആം ആദ്മി പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം നിലയായിരിക്കും 2025 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. 2013 ആം ആദ്മി പാർട്ടി രൂപീകരിച്ച ആദ്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുതൽ ഇന്നേ വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയമായിരിക്കുമെന്ന് പീപ്പിൾ പൾസ് പറയുന്നു. ആം ആദ്മി പാർട്ടി 19 സീറ്റുകളിൽ പരമാവധി ഒതുങ്ങിയേക്കാം. ബിജെപിക്ക് 51 മുതൽ 60 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ 67% വരുന്ന മധ്യവർഗത്തിന്റെ പിന്തുണ ബജറ്റിലെ പ്രഖ്യാപനം അത് ബിജെപിക്ക് സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മധ്യവർഗത്തിന്റെ വോട്ടുകൾ, അതായത് ദില്ലിയിലെ വോട്ടർമാരിൽ 1.56 കോടി വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും കഴിഞ്ഞ തവണത്തേക്കാൾ ബിജെപിയുടെ പ്രചരണത്തിൽ വിശ്വസിച്ചു എന്ന് വേണം എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ. ഉണ്ണി ബാലകൃഷ്ണൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവല ഭൂരിപക്ഷം ബിജെപിക്ക് കിട്ടുമെന്ന് 6 സർവേ ഫലങ്ങളും പറയുന്നു. അതിൽ ഒരു സർവേ മാത്രമാണ് 51ലേക്ക് പോകുമെന്ന് പറയുന്നത്. 51 സീറ്റ് മുതൽ 60 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. ഒരു നേരിയ എഡ്ജ് ബിജെപിക്കുണ്ട് എന്ന് തന്നെയല്ലേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. നിശ്ചയമായും. കാരണം വെച്ചാൽ ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും പിന്നെ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്നത് തന്നെയില്ല. ബിജെപിക്ക് തന്നെയാണ് മുൻകൈ എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ബിജെപി അവിടെ അത്ഭുതം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 2020 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 62 സീറ്റുകളാണുള്ളത്. ക്ഷമിക്കണം, ആം ആദ്മി പാർട്ടിക്ക് 62 സീറ്റുകളാണുള്ളത്. കേവലം 8 സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ആ 8 സീറ്റിൽ നിന്ന് 36 സീറ്റിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 30 സീറ്റ് അധികമായിട്ട് വാങ്ങിക്കുന്നു എന്നുള്ള, 28 സീറ്റ് അധികമായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മളുടെ പെർസെൻറ്റേജ് ഡിഫറൻസ് നോക്കിയേ, കഴിഞ്ഞ പ്രാവശ്യം 15% വോട്ടിൻ്റെ ഡിഫറൻസാണ് ബി ജെ പിയും പിന്നെ ആം ആദ്മി പാർട്ടി ആയിട്ടുള്ളത്. 15% വോട്ട് മാറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞൊരു 4-5 ദിവസത്തെ പ്രചാരണങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും ഈ പറയുന്ന ബജറ്റിലെ 12 ലക്ഷം നികുതി ഇളവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2015-ലും 2020-ലും ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നിട്ടേ ഇല്ല എന്ന് മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാളിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഈ കാര്യത്തിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒട്ടും തന്നെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമല്ല, മറിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എല്ലാ മാധ്യമ നിരീക്ഷകരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും അഡ്വാൻറ്റേജ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ, ആദ്യഘട്ടത്തിൽ കറപ്ഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ബിജെപി ഉയർത്തുമ്പോൾ അപ്പോഴും ഗ്രൗണ്ടിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കറപ്ഷനിൽ നിന്ന് മാറി ഗവേണൻസ് വിഷയത്തിലേക്ക്, ഭരണ വിഷയങ്ങളിലേക്ക്, സിവിക് ഇഷ്യൂസിലേക്ക്, യമുനയിലെ പൊല്യൂഷനിലേക്ക് ബിജെപി ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടുകൂടി ആം ആദ്മിക്ക് പതറുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഹരിയാനയിലെ ഒരു ചങ്ക് വോട്ടർമാർ ദില്ലിയിലുണ്ട്. ഹരിയാനയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രസ്താവന തിരിച്ചടിയായി എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ.